ഇന്നത്തെ റെസിപ്പി മാങ്ങ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യിന് പകരം ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. നെയ്യ് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് സേമിയ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. പിന്നെ സേമിയ കട്ട് ചെയ്യുമ്പോൾ തീരെ ചെറുതാക്കാതെ കുറച്ചൊരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാവും ഈ ഒരു ഡെസേർട്ടിന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ. കുറച്ച് പാലിൽ കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈയെടുക്കാതെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഓപ്ഷണലാണ്, ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ 1/2 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക. ഇതുപോലെ നല്ല തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിത് മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. 3 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് മാങ്ങ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം സെർവ് ചെയ്യുക. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള മാംഗോ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ റെസിപ്പീസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.